ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയാണ്. വിവിധ ഭാഗത്തു നിന്ന് വിവിധ ദേശത്തായി വ്യത്യസ്തമായ മനസ്സോടുകൂടെ ദൈവവചനം കേൾക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുടെ മുമ്പാകെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. ഏറ്റവും വലിയ സന്തോഷം, ഏതെങ്കിലുമൊക്കെ തിരക്കിൻ്റെ ഇടയിലും ചില ദൈവമക്കൾ വന്ന് 10 മിനിറ്റ് നേരമെങ്കിലും TV ഓൺ ചെയ്യുമ്പോൾ അവർക്കെല്ലാം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം കിട്ടുമല്ലോ എന്നുള്ള മനസ്സന്തോഷമാണ് ഞങ്ങളെയൊക്കെയും ഇതിനു മുമ്പിൽ പ്രേരിപ്പിക്കുന്നത്. കൊടുക്കാൻ വേറെയൊന്നുമില്ല, കർത്താവിൻ്റെ വചനമേ കൊടുക്കാനുള്ളൂ. മറ്റെല്ലാം കൊടുത്താലും നഷ്ടപ്പെട്ടു പോകും. ഇതൊരിക്കൽ കൊടുത്താൽ കൊടുത്തതാണ്. ഇതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യനെ മനുഷ്യനാക്കാൻ ലോകത്തിൽ വേറെ ഒരു ശക്തിക്കും സാധ്യവുമല്ല. ലോകത്തിൽ വേറെ ഒന്നിനും കഴിവില്ല. ദൈവവചനത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവമക്കളോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ആലോചനയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 19-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും അല്ലറ ചില്ലറ മർമ്മങ്ങൾ ദൈവവചനത്തിന് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബ്രഹാം മടങ്ങി വന്ന് ബേർശേബയിൽ വസിച്ചു എന്നാണ് പറയുന്നത്. അബ്രഹാം മടങ്ങി വന്ന് ബേർശേബയിൽ വസിച്ചു. നമുക്കറിയാം, അബ്രഹാം യാഗം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബേർശേബയിൽ വസിക്കുന്നു. ഒരു ദൈവവൈതൽ എന്ത് ചെയ്താലും അതിൻ്റെ പുറകിൽ ഏതെങ്കിലുമൊക്കെ മർമ്മങ്ങൾ കാണും. ദൈവത്തിൻ്റെ പദ്ധതി എവിടെയെങ്കിലുമൊക്കെ കാണും. ഒന്നും ദൈവം അറിയാതെ ഇല്ല. ദൈവ പദ്ധതിയിൽപ്പെടാത്തതൊന്നും ദൈവമക്കൾക്ക് ചെയ്യാനും അവകാശം ഇല്ല. എല്ലാതും എന്ത് ചെയ്യുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതി കാണുമെന്ന് ഓർത്തോണം. പിന്നെ അബ്രഹാം മടങ്ങി വന്ന് ബേർശേബയിൽ വസിച്ചു. ആ പ്രസ്താവന തന്നെ അർത്ഥമുള്ളതാണ്. ആ പ്രസ്താവന തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവവചനം എന്തെങ്കിലും പറയുമ്പോൾ അത് ശാന്തമായി കേൾക്കുക മാത്രമല്ല, അതിലെ മർമ്മങ്ങൾ കൂടെ പഠിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തിനത് ചെയ്തു എന്നുള്ളതല്ല, ചെയ്തതിൻ്റെ മറവിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്നറിയണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ആ മറിയം വളരെ വിലപ്പെട്ടതായിരിക്കുന്ന സുഗന്ധ തൈലമുള്ള ഭരണി പൊട്ടിച്ച് അത് ക്രിസ്തുവിൻ്റെ കാൽപാദത്തിൽ അവൾ പൂശുമ്പോൾ വളരെ വ്യക്തമായ ഒരു പദ്ധതി അവിടെ ദൈവത്തിനുണ്ടായിരുന്നു. ആ സ്ത്രീ ആ ഭരണി എത്ര വർഷം പൊട്ടിക്കാതെ കേടുവരുത്താതെ ഇരുത്തുകയോ അഥവാ ആ വിധത്തിലാക്കി വയ്ക്കുകയോ ചെയ്താൽ ഒരിക്കലും അവിടെ സുഗന്ധം വ്യാപരിക്കില്ല. സുഗന്ധം വ്യാപരിക്കണമെങ്കിൽ അത് തകരണം. സുഗന്ധം വ്യാപരിക്കണമെങ്കിൽ അത് പൊട്ടിക്കണം. എന്നാൽ മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. യൂദ ചോദിച്ചു, എന്തിനാണ് ഈ പാഴ്ചെലവ്? ഈ ഭരണി പൊട്ടിക്കുന്നത് വരെ, സുഗന്ധം വ്യാപരിക്കുന്നത് വരെ ഒരു വിമർശനവും ആർക്കും ഉണ്ടായിരുന്നില്ല. നീ ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, നീ നിന്നെ തന്നെ തകർക്കുമ്പോൾ, നീ നുറുങ്ങുമ്പോൾ, നീ സത്യസുവിശേഷത്തിലേക്ക് വരുമ്പോൾ, നീ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വരുമ്പോഴാണ് നിനക്ക് എതിർപ്പുകൾ നേടേണ്ടി വരുന്നതെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. അതുവരെ ഒരു കുഴപ്പവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ, യഥാർത്ഥത്തിൽ യേശുവിലേക്ക് വരുമ്പോൾ, ജീവിതം ക്രമീകരിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യുമ്പോൾ അവിടെ എല്ലാം പ്രതിഷേധമുണ്ടാകും. എന്തിനാ ഈ പാഴ്ചെലവ്? അതുവരെ മിണ്ടാതിരുന്ന യൂദ ഭരണി പൊട്ടിക്കപ്പെട്ടപ്പോൾ, സുഗന്ധം വ്യാപരിക്കുമ്പോൾ അതവന് അസ്വസ്ഥമുണ്ടാക്കി. എപ്പോഴും ഓർക്കുക, ദൈവവചനം പ്രചരിപ്പിക്കുമ്പോൾ, സത്യസുവിശേഷം പറയുമ്പോൾ, സത്യസുവിശേഷം അറിയിക്കുമ്പോൾ നിനക്ക് ശത്രുക്കളുണ്ടാകും, നിനക്ക് എതിർപ്പുകളുണ്ടാകും. അവഗണിക്കുക, അതിനെ ഓവർകം ചെയ്യുക. നിൻ്റെ എതിർപ്പുകളെ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ യൂദ അത് സംസാരിച്ചപ്പോൾ യേശു അവൾക്ക് വട്ടം ചേരുകയാണ്. സ്നേഹിത, ദരിദ്രന്മാർ നിങ്ങളുടെ കൂടെ എല്ലാ കാലമുണ്ട്. അവൾ എങ്കിൽ ചെയ്തത് നല്ല കാര്യമാണ്. ഓർക്കുക,
കർത്താവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ ആ ക്ഷണത്തിൽ യേശു നിൻ്റെ പക്ഷത്തുണ്ട്. എതിർപക്ഷത്തിൻ്റെ ശക്തിയല്ല യേശുവിൻ്റെ ശക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമക്കൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഏത് പദ്ധതിക്കും ദൈവത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ അബ്രഹാം ബേർശേബയിൽ വസിച്ചു. എന്തുകൊണ്ട്? ഒന്നാമത്തെ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ബേർശേബയിൽ നീരുറവ കണ്ടു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അബ്രഹാം ബേർശേബയെ കണ്ടത്? ബേർശേബയിൽ നീരുറവയുണ്ടായിരുന്നു, ജീവൻ കൊടുക്കുന്ന നീരുറവ. ആഖാർ പ്രിയപ്പെട്ട കുഞ്ഞിനെയും കൊണ്ട് ബേർശേബ മരുഭൂമിയിൽ കൂടെ ഒരു തുരുത്തി വെള്ളവുമായി യാത്ര ചെയ്തത് എല്ലാ ദൈവമക്കൾക്കും അറിയാം. ഒരു തുരുത്തി വെള്ളവുമായി ആഖാർ ബേർശേബ മരുഭൂമിയിൽ കൂടെ പോയപ്പോൾ അവളുടെ തുരുത്തിയിലെ വെള്ളം തീർന്നു. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കട്ടപ്പെട്ടപ്പോൾ കരക്കിട്ട മത്സ്യം പോലെ നാവും വായും ഒക്കെ വരണ്ട് കിടക്കാൻ ശ്രമിച്ചപ്പോൾ, മരണമാസന്നമായപ്പോൾ ഒരമ്പിൻ പാടകലെ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുപോയി ഇട്ടേച്ചും വെച്ച് ചുട്ടുപഴുത്ത മണലിൽ മുട്ടുമടക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുത്തതാണ് ഒരു നീരുറവ. ആ നീരുറവയെടുത്ത് ചെന്ന് കുഞ്ഞിനെ കുടിപ്പിച്ച് യാത്ര പുറപ്പെട്ട സ്ഥലമാണ് ബേർശേബ. അർത്ഥാൽ ജീവൻ കൊടുക്കുന്ന സ്ഥലമായിരുന്നു അവിടെ. ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട സ്ഥലമായിരുന്നു അവിടെ. ദൈവത്തിൻ്റെ അത്ഭുതം നടത്തപ്പെട്ട സ്ഥലമായിരുന്നു അവിടെ. അവിടെ നീരുറവയുണ്ട്. ഇന്ന് രാത്രികാലം ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ വസിക്കും? കർത്താവിൻ്റെ നീരുറവയുടെ താഴെ വസിക്കണം. യേശുവിൻ്റെ രക്തമുള്ളിടത്ത് വസിക്കണം. യേശുവിൻ്റെ രക്തം ഒഴുകുന്നിടത്ത് വസിക്കണം. യേശുവിൻ്റെ കൃപയുള്ളിടത്ത് വസിക്കണം. യേശുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് വസിക്കണം. യേശുവിൻ്റെ അത്ഭുതമുള്ളിടത്ത് വസിക്കണം. യേശു ചെയ്ത അത്ഭുതങ്ങളുടെ പരിധിയിൽ വസിക്കണം. എന്തുകൊണ്ട് അബ്രഹാം നീരുറവയിൽ വസിച്ചു? എന്തുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു? എൻ്റെ കർത്താവിൻ്റെ നീരുറവ ഇവിടെയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ചോര ഇവിടെയുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്. ആ രക്തത്തിൽ എനിക്ക് ജീവനുണ്ട്. ആ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തതാണ്. പൊന്നുകൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സ്ഥലമാണ് കാൽവരി. അതാണ് സുവിശേഷം. അതുകൊണ്ട് ഞാൻ സുവിശേഷത്തിൽ വസിക്കുന്നു. എന്തുകൊണ്ട്? അബ്രഹാം ബേർശേബയിൽ വസിച്ചു. അവിടെ നീരുറവ ഉണ്ട്, അബ്രഹാമിന് അറിയാം. രണ്ടാമത്തെ കാര്യം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ സ്വർഗീയ ദർശനം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വായിക്കുന്നില്ല. സ്വർഗീയ ദർശനമുള്ള സ്ഥലമായിരുന്നു ഈ ബേർശേബ. ദൈവം ദർശനം കൊടുക്കുന്ന സ്ഥലമാണ്. മരുഭൂമിയാണെങ്കിലും അവിടെ ദൈവം നിനക്ക് ദർശനം തരും. കഷ്ടപ്പാടിൻ്റെ നടുവിൽ നീ താമസിക്കുക, പ്രതിസന്ധിയുടെ നടുവിൽ നീ വസിക്കുക. മരുഭൂമിയാണ്, പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, എല്ലാവിധ തിക്കും തിരക്കും പരിഹാസവും നിന്നയൊക്കെ ഉണ്ടെങ്കിലും നീ ഈ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ വസിച്ചോളൂ. നീ പ്രതിസന്ധിയുടെ നടുവിൽ തന്നെ നിൽക്ക്. സ്വർഗത്തിലെ ദൈവം നിനക്ക് അനുഗ്രഹം തരും. അവിടെ സ്വർഗീയ ദർശനമുണ്ട്. ദൈവം നിന്നെ കാണും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ ആ ദർശനം കാണണമെങ്കിൽ, ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നീ ഉപേക്ഷിക്കേണ്ടതൊക്കെ ഉപേക്ഷിക്കണം. നീ ആകേണ്ടതുപോലെ ആകണം. പ്രതിസന്ധി കാണുമ്പോൾ ഭയപ്പെടരുത്. പ്രതിസന്ധി കാണുമ്പോൾ പേടിക്കരുത്. പ്രതിസന്ധി കാണുമ്പോൾ ഭ്രമിക്കരുത്. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കണം. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും നടക്കില്ല. ഈ ഒരു ഉറപ്പാണ് ദൈവമക്കൾക്ക് ആവശ്യം. പ്രതിസന്ധി വരുമ്പോൾ മുകളിലേക്ക് നോക്കണം. യെശയ്യാ പ്രവാചകൻ വായിക്കുന്നത്, ഉസ്യാവ് രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഉസ്യാവ് മരിക്കണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം. പാപത്തോട് വിട പറയണം. പാപത്തെ മാറ്റിക്കളയണം. പാപബോധം മനസ്സിൽ നിന്ന് മാറ്റി പാപബോധമുള്ള ദൈവമക്കളായി, മാനസാന്തരമുള്ള ദൈവമക്കളായി പാപത്തിൻ്റെ കൂമ്പാരം അഴിച്ചു മാറ്റുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഉസ്യാവിൽ ആശ്രയിച്ച രാജാവ്, ഉസ്യാവിൽ തന്നെ ശരണം പ്രാപിച്ച രാജാവ്, ഉസ്യാവ് തൻ്റെ സർവസ്വമെന്ന് വിചാരിച്ച രാജാവ്, ഉസ്യാവ് മരിച്ചപ്പോൾ എല്ലാ ഭൗതിക ബന്ധങ്ങളും ഉപേക്ഷിച്ചപ്പോൾ ഭൗതികമായിരിക്കുന്ന
ചിന്തയിൽ നിന്ന് താൻ മാറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പോഴാണ് തനിക്കൊരു കുറ്റബോധം. സ്വർഗീയ ദർശനമുള്ളിടത്ത് കുറ്റബോധം ഉണ്ടാകും. തൻ്റെ ജീവിതത്തിലെ വീഴ്ചയെക്കുറിച്ച് കരയാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. സ്വർഗീയ ദർശനം കാണണം. ദൈവിക സന്തോഷം അനുഭവിക്കുമ്പോൾ താൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന അവിടെയാണ്. ജയമുള്ളിടത്താണ് തോൽവി അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. എല്ലാവരും തോൽക്കുകയാണെങ്കിൽ പിന്നെ ജയത്തിൻ്റെ മഹിമയില്ല. തോൽക്കുന്നവനും ജയിക്കുന്നവനും ഉണ്ടാകണം. തോൽവിയും ജയവും തമ്മിലുള്ള വ്യത്യാസമാണ് ജയത്തിന് മാറ്റുകൂട്ടുന്നത്. താൻ ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തന്നെ രക്ഷിച്ചു. താൻ ഇതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം തനിക്കൊരു ദർശനം തന്നു, പുതിയ കാഴ്ചപ്പാട് തന്നു, പുതിയ ദേശം തന്നു. അപ്പോഴാണ് വലിയ സമാധാനമായി താൻ പറഞ്ഞത്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യരെ വസിക്കുന്നിടത്ത് വസിച്ചവൻ. എൻ്റെ ജീവിതത്തിലെ മൊത്തം പരാജയം, എൻ്റെ ജീവിതം മൊത്തം വട്ടപൂജ്യമായിരുന്നു. ഞാനത് മനസ്സിലാക്കേണ്ടവനാണ്, ഞാനത് ചിന്തിക്കുന്നവനാണ്, ചിന്തിക്കേണ്ടിയിരുന്നു. ഞാൻ പലപ്പോഴും നമ്മളൊന്നും അല്ലാതാകുമ്പോഴാണ് നമ്മൾ മകനാകുന്നത്. SIN സിൻ, ഈ വാക്കിൻ്റെ അർത്ഥം പാപമെന്നാണ്. സിൻ, SIN സിൻ. ഈ സിൻ എന്ന വാക്കിൻ്റെ നടുവിൽ നിൽക്കുന്നത് ഐ ആണ്. ഈ ഐ എന്ന വാക്കിൻ്റെ അർത്ഥം, ആ അക്ഷരത്തിൻ്റെ അർത്ഥം ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ഞാൻ നടുവിൽ നിൽക്കുന്നിടത്തൊക്കെ പാപമാണ്. ഞാൻ നടുവിൽ നിൽക്കുന്നിടത്തൊക്കെ അഹങ്കാരമാണ്. ഞാനെന്ന ഭാവം. എവിടെയും ഞാനില്ലാതെ ഒന്നുമില്ല, ഞാനാണ് എല്ലാത്തിലും, ഞാനല്ലേ സകലത്തിൻ്റെയും. അതല്ല, അത് പാപമാണ്. ആ ഐ ഈ വാക്കിൻ്റെ നടുവിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ അർത്ഥം പാപമെന്നാണ്. എന്നാൽ ഞാനൊന്നുമല്ല, ഞാനൊരു വട്ടപൂജ്യമാണ്, ഞാനൊരു സീറോ ആണ്, ഞാൻ വെറും പൂജ്യം, ഞാനൊന്നുമല്ലാത്തവൻ, ഞാനൊരു വട്ടപൂജ്യം. ആ ഐ വെട്ടിയിട്ട് ആ എസിൻ്റെ നടുവിൽ, എസിൻ്റെയും എൻ്റെ നടുവിൽ ഐക്ക് പകരം വട്ടപൂജ്യം ഇട്, സൺ, മകൻ. കണ്ടോ, നീ ഒരു മകനായിത്തീരും, നീ ദൈവത്തിൻ്റെ മകനും മകളുമായിത്തീരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ പറഞ്ഞത് മനസ്സിലായോ? എന്താണ്? ഉസ്യാവ് രാജാവ് മരിച്ചപ്പോൾ, ലോകത്തിൻ്റെ ബന്ധങ്ങൾ മാറിയപ്പോൾ, താൻ ഇനി ലോകസംബന്ധി അല്ലെന്നുള്ള ബോധ്യം വന്നപ്പോൾ, തൻ്റെ ആശ്രയം മാറിക്കഴിഞ്ഞപ്പോൾ, താൻ ആരുമല്ലെന്നുള്ള ബോധ്യം വന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാഴ്ച ദർശനം തനിക്ക് അനുഗ്രഹമായി. കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്നത് താൻ കാണുകയുണ്ടായി. സ്നേഹമുള്ള ദൈവമക്കളെ, അപ്പോഴാണ് കുറ്റബോധത്തോടെ പറഞ്ഞത്, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്തവൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ളവൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യർ വസിക്കുന്നിടത്ത് വസിക്കുന്നവൻ. തൻ്റെ ജീവിതത്തിലെ സകല പരാജയവും, താൻ ആയിരിക്കുന്ന സകലതും, തൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ, താഴ്ചകൾ ഒന്നടങ്കം സ്വർഗീയ ദർശനം കിട്ടിയപ്പോൾ യെശയ്യാവ് ഏറ്റുപറയുകയാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളായ നമുക്ക് ചിന്തിക്കാനുള്ളത്, യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ, നമ്മുടെ ജീവിതത്തിലെ താഴ്ചകൾ, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരുന്ന മ്ലേച്ഛതകൾ, അതെല്ലാം ബോധ്യം വന്ന് ഉപേക്ഷിക്കണം. അതെല്ലാം ബോധ്യം വന്ന് മാറ്റിക്കളയണം. അവിടെ യഹോവയായിരിക്കുന്ന ദൈവം ചെയ്തത്, ഒരു സാറാഫിൻ്റെ കയ്യിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു തീക്കട്ട കൊണ്ടുപോയി കൊടുത്ത്, ആ തീക്കട്ട തൻ്റെ വായോട് തൊടുവിച്ചപ്പോൾ തനിക്ക് ശുദ്ധം വന്നുവെന്നും തനിക്ക് ബോധം വന്നുവെന്നും താൻ ഇനി പഴയ മനുഷ്യനല്ലെന്നും ഒക്കെ ഉള്ള തിരിച്ചറിവ് തനിക്കുണ്ടായി. യേശുക്രിസ്തുവിൻ്റെ തീക്കട്ടയാകുന്ന ശരീരം, യേശുക്രിസ്തുവിൻ്റെ വചനം സത്യമായും നമ്മുടെ ഹൃദയത്തിൽ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ, നമ്മളിൽ ആ വചനം പ്രവർത്തിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായിത്തീരും. കുറ്റബോധമുള്ളവൻ സ്വർഗീയ സന്തോഷം അനുഭവിക്കും, ഭാവബോധമുള്ളവൻ സ്വർഗീയ സന്തോഷം അനുഭവിക്കും. പശ്ചാത്തപിക്കുന്നവൻ, പാപത്തെക്കുറിച്ച് കരയുന്നവൻ, പാപത്തെ ഉപേക്ഷിക്കുന്നവൻ സ്വർഗീയമായിരിക്കുന്ന ദർശനം കിട്ടി. അവൻ്റെ വായിൽ വചനം കിട്ടുമ്പോൾ, അവൻ്റെ ഹൃദയത്തിൽ വചനം കിട്ടുമ്പോൾ അവൻ രാജകീയ സന്തോഷം അനുഭവിക്കും. ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അടിയനെ അയക്കണമേ എന്നാണ് യെശയ്യാവ് പറയുന്നത്. മനസ്സിലാക്കുക, സ്വർഗീയ ദർശനമുള്ളിടത്ത് ദൈവവേലയ്ക്ക് പോകാൻ മനസ്സ് വരും. സ്വർഗീയ ദർശനമുള്ളിടത്ത് പാപബോധം ഉണ്ടാകും. സ്വർഗീയ ദർശനമുള്ളിടത്ത് വചനത്തിൻ്റെ ശുശ്രൂഷ നടക്കും. സ്വർഗീയ ദർശനമുള്ളിടത്ത്
ജീവിതത്തിൽ താനൊരു പാപിയായിരുന്നു എന്ന ബോധ്യമുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് അബ്രഹാം ബേർശേബയിൽ പാർത്തു. രണ്ടാമത്തെ കാര്യം, അവിടെ സ്വർഗീയ ദർശനം ഉണ്ട്. മൂന്നാമതായി അവിടെ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 22:20. അവിടെ റിബേക്ക ജനിച്ചു എന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവാർത്ത അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. ഈ റിബേക്ക ആരാണെന്നൊക്കെയും ദൈവമക്കൾക്ക് അറിയാം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്ക് മോരിയാമലയിൽ നിന്ന് താഴെ ഇറങ്ങി അനുഗ്രഹം പ്രാപിച്ച് വെട്ടേണ്ട സ്ഥാനത്ത്, നശിക്കേണ്ട സ്ഥാനത്ത്, നുറുങ്ങേണ്ട സ്ഥാനത്ത്, കഷ്ണമായി തീരേണ്ടടുത്ത്, പരാജയപ്പെടേണ്ടടുത്ത് അതെല്ലാം മാറ്റി സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചു. താഴെ വന്ന് ബേർശേബയിൽ വസിക്കുമ്പോൾ തനിക്ക് കിട്ടിയ വർത്തമാനം, തൻ്റെ ചാർച്ചക്കാരിൽ ഒരാൾ റിബേക്ക എന്ന പെൺകുട്ടി ജനിക്കുന്നതായി നാം കാണുകയാണ്. അർത്ഥം, ഇസ്ഹാക്കിൻ്റെ മണവാട്ടിയാണല്ലോ റിബേക്ക. പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തിൻ്റെ വർത്തമാനമാണ് ബേർശേബയിൽ പാർക്കുമ്പോൾ അവന് ലഭിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, ദൈവമക്കൾ കാൽവരിയിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ വലയത്തിലായാൽ നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വർത്തമാനമെല്ലാം സുവാർത്തകളായിരിക്കും. നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വർത്തമാനമെല്ലാം നിന്നെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും, നിന്നെ സമാധാനിപ്പിക്കുന്നതായിരിക്കും. ദുഃഖത്തിൻ്റെ വർത്തമാനമല്ല, സുഖത്തിൻ്റെ വർത്തമാനം, സന്തോഷത്തിൻ്റെ വർത്തമാനം, സത്യ സുവിശേഷത്തിൻ്റെ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യണം? കാൽവരിയിലെ അനുഭവത്തിൽ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വലയത്തിൽ, സത്യ സുവിശേഷ ഘോഷണത്തിൻ്റെ വലയത്തിൽ ദൈവമക്കളായിരിക്കണം. വചനം വിശ്വസിക്കണം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു മടങ്ങി വരും എന്നുള്ള സുവാർത്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. അവൻ മടങ്ങി വരുന്ന ദൈവമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കർത്താവ് മധ്യാകാശത്തിൽ മടങ്ങി വരും എന്നുള്ള ഉറപ്പ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സുവാർത്ത? അബ്രഹാം ബേർശേബയിൽ പാർത്തപ്പോൾ അവന് കിട്ടിയ സുവാർത്ത, തൻ്റെ മകൻ മോരിയാമലയിൽ നിന്നും താഴെ ഇറങ്ങി കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം അവനെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അവനായി ദൈവം ഒരു മണവാട്ടിയെ ഒരുക്കിയിട്ടുണ്ട് എന്ന വലിയ സന്തോഷമാണ് അവന് കിട്ടിയത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് സന്തോഷിക്കാൻ ഒരു വലിയ കാര്യം ഉണ്ട്. എന്താണ് നമുക്ക് സന്തോഷിക്കാൻ ഉള്ളത്? നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണം എന്താണ്? പൗലോസ് ഒരിക്കൽ പറഞ്ഞില്ലേ, 2 തീമോഥെയോസ് 4-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, എനിക്കൊത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, എനിക്കൊത്തിരി പൊരുതാനുണ്ടായിരുന്നു, എനിക്കൊത്തിരി പടവെട്ടാനുണ്ടായിരുന്നു, എനിക്കൊത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു, ഞാൻ നല്ല പോർ പൊരുതു. ക്രൈസ്തവ ജീവിതം എളുപ്പമാണെന്ന് വിചാരിച്ചേക്കരുത്. ക്രൈസ്തവ ജീവിതം സുഗമമാണെന്ന് വിചാരിക്കരുത്. അത് വളരെയധികം സിമ്പിളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിന്, യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു ദൈവവേദലിന് ഭയങ്കരമായ പ്രയാസങ്ങളാണ്, ഭയങ്കരമായ കഷ്ടപ്പാടുകളാണ് തരണം ചെയ്യണം. ഓരോ കഷ്ടപ്പാട് വരുമ്പോഴും തരണം ചെയ്യുകയാണ് വേണ്ടത്. പണ്ട് കുസൃതി പിള്ളേരെല്ലാം കൂടി ഒരു കഴുതയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു എന്നൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ഒരു കഴുത ശാന്തമായി ഒരു കിണറിൻ്റെ അടുത്ത് നിന്നപ്പോൾ, വെള്ളമില്ലാത്ത കിണറിൻ്റെ അടുത്ത് ഒരു കഴുത നിന്നപ്പോൾ കുട്ടികൾക്ക് തോന്നി കഴുതയെ പിടിച്ച് കിണറിലേക്ക് തള്ളിയിട്ടിട്ട് ഈ കിണർ നികത്തണമെന്ന് ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചു. കുഞ്ഞുങ്ങളൊരു കാര്യം ചെയ്തു, എല്ലാവരും കൂടെ ചെന്നിട്ട് ആ ചെറുപ്പക്കാർ ആ കഴുതയെ പിടിച്ച് ആ കിണറ്റിലേക്ക് തള്ളിയിട്ടു. അതിനെ നികത്താനായി അവർ അവിടെ സമീപത്തുള്ള ആ ഭൂമി കുഴിച്ച് ഓരോ കൊട്ട മണ്ണും ഈ കിണറ്റിലേക്ക് അവർ ഇട്ടുകൊണ്ടിരുന്നു. ഒരു കൊട്ട മണ്ണ് കഴുതയുടെ പുറത്ത് വീഴുമ്പോൾ ആ മണ്ണ് ആ കഴുത കുടഞ്ഞ് കളഞ്ഞ് ആ മണ്ണ് കിണറ്റിൽ വീണ് കഴിയുമ്പോൾ ആ മണ്ണിൻ്റെ മുകളിൽ ഈ കഴുത കയറി നിൽക്കുമായിരുന്നു. അടുത്ത കൊട്ട മണ്ണിടുമ്പോൾ വീണ്ടും കഴുത ആ മണ്ണ് കുടഞ്ഞ് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുട്ടികൾക്ക് മനസ്സിലാകാത്തതുപോലെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ഈ മണ്ണിട്ട് കിണർ നികന്നപ്പോൾ കഴുത മുകളിൽ വന്നു.
ഓരോ പ്രതിസന്ധിയെയും ദൈവമക്കൾ തരണം ചെയ്താൽ നിങ്ങൾ ഉയരും. നിങ്ങൾ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധിയെ കാണുമ്പോൾ കുടഞ്ഞു കളയണം. അതിനെ ധൈര്യമായി നേരിടാൻ സാധിക്കണം. സകല പ്രതിസന്ധിയെയും നമുക്ക് നേരിടാൻ സാധിക്കണമെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഓടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പൊരുതുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ ചെയ്തപ്പോൾ താൻ പറഞ്ഞെന്താ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസവും ഞാൻ കാത്തു. എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് എന്തൊക്കെ സഹിക്കേണ്ടവെന്നോ അതൊക്കെ ഞാൻ സഹിച്ചു. എനിക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഏൽക്കേണ്ടവെന്നോ അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ ഒരു കിരീടം, അതാണ് സുവാർത്ത. ഇനി നീതിയുടെ ഒരു കിരീടം എനിക്കായി കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഘട്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. വരാനിരിക്കുന്ന ആ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള ഇതെന്തിരിക്കുന്നു? പ്രാർത്ഥിച്ച് ചിന്തിക്കുക. വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ അബ്രഹാം എന്തുകൊണ്ട് ബേർശേബയിൽ പാർത്തു? അവിടെ നീരുറവയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ട്, ദൈവത്തിൻ്റെ കരുതലുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. സ്നേഹിത, ദൈവവചനത്തിൽ വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ തിരിച്ചറിയുക, വചനം വായിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, വചനം കൊടുക്കുക, വചനത്തോട് ബന്ധപ്പെടുക, സത്യത്തിലും ആത്മാവിലും യേശുവിനെ ആരാധിക്കുക. ഒരിക്കൽ കൂടെ പറയുന്നു, മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, സത്യത്തിലും ആത്മാവിലും യേശുവിനെ ആരാധിക്കുക. നിനക്ക് സന്തോഷം കിട്ടും. സ്വർഗീയ ദർശനങ്ങളെടുത്ത് നിൽക്കുക. പാപബോധം നമുക്ക് വരും, കുറ്റബോധം ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, ദൈവം നമ്മെ ശുദ്ധീകരിക്കും, ദൈവം നമ്മെ പറഞ്ഞയക്കും. യെശയ്യാവിനെ ശുദ്ധീകരിച്ചു, യെശയ്യാവിനെ അനുഗ്രഹിച്ചു, യെശയ്യാവിനെ ദൈവം ശുശ്രൂഷയ്ക്കായി പറഞ്ഞയക്കുന്നു. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? അടിയൻ ഇതാ, അടിയനെ അയക്കണം. വിടപ്പെട്ടു, അയക്കപ്പെട്ടു, ദൈവം വിടും. മൂന്നാമതായി നമ്മൾ കണ്ടു, സ്വർഗീയ ദർശനമുണ്ടടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അവിടെ സുവാർത്തയുണ്ട്. ദൈവത്തിന് സന്തോഷം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവവചനത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ നിനക്ക് ശുഭം വരും, നിനക്ക് അനുഗ്രഹം കിട്ടും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഒരു ദിവസമെങ്കിലും ഒരധ്യായം ദൈവവചനം വായിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടും. ഒരു ദിവസമെങ്കിലും ഒരു വചനം നീ ഗ്രഹിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടും. വർത്തമാനം, സുവാർത്ത നിനക്ക് ലഭിക്കും. ഏറ്റവും വലിയ സുവാർത്ത നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്നു എന്നുള്ളതാണ് സുവാർത്ത. നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുമെന്നുള്ളതാണ് നമ്മുടെ സുവാർത്ത. നമ്മുടെ കർത്താവ് നമ്മെ വേളി കഴിക്കാൻ മധ്യാകാശത്തിൽ ഇറങ്ങി വരുമെന്നുള്ളതാണ് നമ്മുടെ സുവാർത്ത. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, അബ്രഹാം ബേർശേബയിൽ വസിച്ചെങ്കിൽ ഞങ്ങൾക്ക് കാൽവരിയിൽ വസിക്കാനുള്ള കൃപ നീ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവാർത്തയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ മുൻനാമത്തിൽ തന്നെ, ആമേൻ.